ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി ടിപ്സ് ആൻഡ് സ്റ്റിച്ച്. ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന റോസ് സ്ലീവ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതാ, ആദ്യം എൻ്റെ അളവിൽ നമ്മൾ നോർമൽ സ്ലീവ്സ് തയ്ക്കില്ലേ, അതുപോലെ ആദ്യം ലൈനിങ്ങിലാണ് നമ്മൾ തയ്ക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തത് കൊണ്ട് ഒരു സാരിൻ്റെ പീസാണ് എടുത്തത്. അപ്പോൾ അതിൽ തന്നെയാണ് ഞാൻ ആദ്യം തന്നെ എന്ന് പറയുന്നത് ലൈനിങ്ങും മെയിനും ഈ ഒരു സെയിം പീസ് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇതാ നോർമൽ സ്ലീവ് ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതാ കട്ട് ചെയ്തെടുത്ത് അപ്പോൾ ന്യൂസ് പേപ്പർ രണ്ടാക്കി മടക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ഈ കട്ട് ചെയ്ത സ്ലീവില്ലേ വെച്ച് കൊടുക്കാം. എന്നിട്ട് കറക്റ്റ് ആ ഒരു അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇതാ, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ആക്കുക കേട്ടോ. നിങ്ങളുടെ ഓരോരോ കമൻറ്റ് കാണുന്നതിന് നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനുള്ളൊരു പ്രചോദനം ഉണ്ടാവും കേട്ടോ. എന്നിട്ട് ഇതാ ന്യൂസ് പേപ്പർ നമ്മളിതാ നിവർത്തി വെച്ചതിന് ശേഷം അതിൻ്റെ മധ്യത്തിൽ നിന്ന് നമുക്ക് കട്ട് കൊടുക്കുക കേട്ടോ. ഒന്ന് നോക്കി ഇതാ എൻഡിൽ ഒരു 1/2 ഇഞ്ച് മാറ്റി വെക്കണേ, അതുവരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിതാ ഈ മെയിൻ ക്ലോത്ത് ഇങ്ങനെ നിവർത്തി വെച്ചതിന് ശേഷം നോക്കിയേ ഒരു സ്ക്വയർ, നടുക്കൊരു സ്ക്വയർ വരുന്ന രീതിയിലാക്കി ഇതാ 2 പീസും ഈ നമ്മൾ കട്ട് ചെയ്ത പീസാണ് ഈ മുകളിൽ കാണുന്നത്. ആ ഒരു രീതി ഇതാ 2 വശവും നല്ല ഒരേ ലെവലിലാക്കി കൊടുക്കുക. എന്നിട്ടിതാ മധ്യത്തിൽ ഞാൻ മാർക്ക് ചെയ്യുന്നില്ല, ആ സ്ലീവിൻ്റെ നമ്മൾ ലാം ഹോളിൻ്റെ അവിടെ തയ്ക്കുന്ന വശമാണേ. അപ്പോൾ അതിങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം ഈ സെയിം അളവിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നേരം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോലും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നേരം കറക്റ്റ് മനസ്സിലാവും. എന്നിട്ട് നോക്കിയതാ ഓപ്പൺ കൊടുത്ത ആ 2 സൈഡില്ലേ അവിടെ 2 മാർക്ക് കൊടുക്കണേ. അത് നമ്മൾ എന്തായാലും ഇത് കറക്റ്റ് നമ്മൾ നോക്കി തന്നെ ചെയ്യണം. എന്നിട്ട് ഇത് നോക്കിയേ ഈ കോർണറും അവിടെ മധ്യയില്ലേ കറക്റ്റ് സെൻറ്ററിലും കറക്റ്റ് പിടിക്കുക. എന്നിട്ട് ഇതാ 2ആക്കി മടക്കിയതിന് ശേഷം നമ്മൾ മാർക്ക് കൊടുത്ത വശമില്ല അവിടെ ഒരു നോച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ആ മാർക്ക് കൊടുത്ത ആ ഒരു വശത്തു നിന്ന്, അപ്പോൾ ഇത് നല്ല വശമാണേ, ഇത്ര നേരം അടയാളപ്പെടുത്തിയിട്ട് ആ ഈ മാർക്ക് കൊടുത്ത ആ വശത്തു നിന്ന് ആ കോർണറിലേക്ക് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതാ നോക്കിയേ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നോക്കിയേ ഇതാ ഞാൻ വേറൊരു കളർ കൊണ്ട് എന്നിട്ട് അതും കാണുന്നില്ല കേട്ടോ. ഇതാ നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ തൊപ്പിയെല്ലാം പോലെ ഒരു കോർണറായിട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്നും മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. നോക്കിയതാ കറക്റ്റ് ഇതാ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഒരു ഷാർപ്പ് എഡ്ജിൽ എന്തെങ്കിലും എടുത്തിട്ട് നമുക്ക് കോർണറിൽ കറക്റ്റ് കുത്തിയിട്ട് പുറത്ത് ഇതാക്കിയിട്ട് ഇതാ നോക്കിയേ ഈ ഒരു ലെവലിലാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സ്ലീവ് കറക്റ്റ് തന്നെ ഉണ്ട്, അതിന് എക്സ്ട്രാ വരുന്നത് ഈ ഒരു പീസ് എക്സ്ട്രാ വരുന്നുണ്ട്. എന്നറിയാൻ ത്രികോണം പോലത്തെ ഒരിത്. ഇനി അതിനെ നമുക്ക് ഷേപ്പ് ആക്കിയിട്ട് ഒരു റോസിൻ്റെ ഒരു രൂപത്തിലാക്കി മാറ്റണം. ആ കോർണർ കുറച്ച് ഉള്ളിലോട്ടേക്ക് മാറ്റിയിട്ട് ഇതാ ജസ്റ്റ് ഒന്ന് പെൻസിൽ കൊണ്ട് ഞാൻ ആദ്യം കുത്തിയിട്ട് ഇപ്പുറത്താക്കി എന്നിട്ട് അങ്ങോട്ടേക്ക് ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ റോസിൻ്റെ ഒരു ഷേപ്പാക്കി നമുക്ക് മാറ്റാം കേട്ടോ. ഇതളുകളും എല്ലാം നമ്മൾ തന്നെ കൈ വെച്ചിട്ടൊന്ന് സെറ്റാക്കി കൊടുക്കുക. എന്നിട്ട് ഇനി ഇതാ ഈ റോസിൻ്റെ ഇതളുകൾ ഓരോന്നായി നമുക്ക് തുന്നിയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റ് തുന്നിയിട്ട് യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ നല്ല വശം വെച്ചിട്ടല്ലേ തുന്നേണ്ടത്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ മോശവശമില്ലേ, മോശവശം വെച്ചിട്ട് നമുക്ക് തുന്നിയിട്ട് സെറ്റാക്കിയെടുക്കുക. ഇപ്പോൾ ഇതാ മധ്യത്തിൽ ഞാൻ ആദ്യം ഒന്ന് മധ്യത്തിലൊന്ന് നമ്മുടെ സെൻറ്റർ ഈ കോർണർ വരുന്ന ഈ വശമില്ലേ അവിടെ ഇതാ നല്ല വശത്ത് നിന്നിട്ട് ആ റോസാപ്പൂ കറക്റ്റ് ഇതിങ്ങനെ പിടിച്ചിട്ട് ബാക്ക് വശം എടുക്കുക. ഓക്കെ, എന്നിട്ട് ഈ ചുരുക്ക് വരുന്ന അവിടെ വരുന്ന ഈ പൊന്തി നിൽക്കുന്ന വശങ്ങളില്ല അതിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിൻ്റെ ഇപ്പോൾ 2 അടുപ്പിച്ചിട്ടുള്ള 2 ഇതിപ്പോൾ നോക്കിയതാ മധ്യത്തിൽ മാത്രമേ ഇത് നമ്മൾ ഇപ്പോൾ തുന്നിയിട്ടുള്ളൂ. ബാക്കിയുള്ള നമ്മുടെ എതളെല്ലാം പോയില്ലേ. അപ്പോൾ എതെല്ലാം കറക്റ്റ് വെച്ചതിന് ശേഷം ഇതാ കറക്റ്റ് റോസാപ്പൂ പോലെ തന്നെ ആയിട്ട് ആക്കുക. എന്നിട്ട് കറക്റ്റ് കൈ വെച്ചിട്ട് കറക്റ്റ് പിടിക്കുക. എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. കറക്റ്റ് ഇങ്ങനെ ലെവൽ ഒപ്പിച്ചിട്ട് പിടിച്ചതിന് ശേഷം നമുക്ക് ഇതാ ഇങ്ങനെ കറക്റ്റ് പിടിച്ച് കൊടുക്കുക. എന്നിട്ട് മറിച്ചിട്ടിട്ട് ഇതാ ഈ പൊന്തി നിൽക്കുന്ന വശല്ലില്ലേ അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തുന്നിയിട്ട് സെറ്റാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ലൈനിങ് കറക്റ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതിങ്ങനെ തുന്നിയിട്ട് സെറ്റാക്കിയാലും മതിയാവും. അത് ഓരോ ഇതളായിട്ട് തുന്നിയാലും മതിയാവും കേട്ടോ. എന്നിട്ട് ഇതാ സ്ലീവ് റൗണ്ടായിട്ട് അവിടെ ഞാൻ ഇവിടെ പടിയും കൂടി സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സ്ലീവിൻ്റെ പണി കഴിഞ്ഞു. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ. എല്ലാവരും ട്രൈ ചെയ്യണേ.